ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലൗസിലൊക്കെ കൈത്തയ്യലിടുന്ന ഭാഗം ഉണ്ടാവും, കഴുത്തിലും കയ്യിലും പിന്നെ ബാക്ക് പോർഷനിലും ഒക്കെ. അപ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ചിലർക്ക് ബ്ലൗസിലെ തയ്യൽ അങ്ങ് ഇളകി പോകാറുണ്ട്. അപ്പോൾ അത് നമുക്ക് വീണ്ടും എങ്ങനെ തയ്ച്ച് വെക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് തയ്യൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണുക. സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്, ബോറടിപ്പിക്കാനല്ല, നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എത്രയും സ്ലോ ആയിട്ട് തന്നെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഒന്നാമത്തെ മോഡൽ നോക്കാം. നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ എന്തായാലും മടക്കിയ രീതിയിലായിരിക്കും നമ്മുടെ ബ്ലൗസിൻ്റെ കൈയും കഴുത്തും ഒക്കെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചിട്ട് ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെ മടക്കിനകത്ത് കൂടി ഇങ്ങനെ കുത്തിയെടുത്ത് മടക്കിന് പുറത്ത് കൊണ്ടുവരിക. നമ്മുടെ ബ്ലൗസിൻ്റെ ആ കൈഭാഗത്തായാലും കഴുത്ത് ഭാഗത്തായാലും ഇങ്ങനെ മടക്കിയിട്ടുണ്ടാവും ഒരു പീസ് തുണി. അപ്പോൾ ആ മടക്കിനകത്ത് കൂടെ കുത്തിയിട്ട് 2 തുണിയും ഒരുമിച്ച് ചേർത്ത് തന്നെ പുറത്തേക്ക് കുത്തിയെടുക്കുക. 2 തുണിയും തമ്മിൽ ഒരുമിച്ച് കുത്തിയെടുത്താൽ മാത്രമേ അതവിടെ ജോയിൻ ചെയ്ത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ സൂചി നൂലിൽ കോർക്കുന്ന സമയത്ത് ഒറ്റ നൂലിട്ട് തയ്ക്കുന്നവരുണ്ട്, അല്ലാതെ 2 നൂലും കൂടെ ഒരുമിച്ച് കെട്ടിയിട്ട് തയ്ക്കുന്നവരും ഉണ്ട്. 2 നൂല് ഒരുമിച്ച് കെട്ടി തയ്ക്കുന്നത് തന്നെയാണ് ബലമായിട്ടിരിക്കുന്നത്. ഒറ്റ നൂലിട്ട് തയ്ക്കുമ്പോൾ കുറച്ച് ഭംഗി കൂടുതലാണ്, എന്നറിഞ്ഞാലും പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റിച്ചാണെങ്കിൽ മുൻകാലങ്ങളിൽ ആണുങ്ങൾക്കുള്ള ഷർട്ടിൽ ഹാഫ് സ്ലീവ് ആണെങ്കിൽ ആ സ്ലീവ് മടക്കി തയ്ക്കാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിച്ചാണിത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇത് ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്യും, ഈസി ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ബ്ലൗസിൽ ഈ സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റിച്ച്. പതിയെ തയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏത് തയ്യൽ ഇടുമ്പോഴായാലും അതിനറ്റത്ത് നിർത്തുന്ന സ്ഥലത്തൊരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ മോഡൽ സ്റ്റിച്ച് പഠിക്കാം. അപ്പോൾ അതും ഇതുപോലെ തന്നെ അകത്തുനിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഇതിൽ വരുന്നത് ആദ്യം ഇങ്ങനെ കുത്തിയെടുക്കും. എന്നിട്ട് ഈ നൂലിങ്ങനെ സൂചിക്ക് ചുറ്റും കറക്കിയെടുത്ത് ഇട്ടിട്ട് പിന്നെ വലിച്ചിടും. അപ്പോൾ അവിടെ വീണ്ടും ഒരു ലോക്ക് വീഴുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതേ കൂട്ട് തന്നെ നമ്മൾ തയ്ച്ച് പോകണം. സൂചി കുത്തിയെടുത്തിട്ട് ആ നൂല് സൂചിക്ക് ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടിട്ട് സൂചി ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ ഒരു കെട്ടുകൂടെ വീഴുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഈ തയ്യലാണ് ശരിക്കും പണ്ടൊക്കെ ബ്ലൗസിൽ ഇടാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ വന്ന് നമ്മൾ നേരത്തെ കണ്ട തയ്യലാണ് എല്ലാവരും ബ്ലൗസിലിടുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി സ്ട്രോങ് ആയിട്ടിരിക്കും. മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈസി ആയിട്ട് ഇടാം. ഇത് ഇച്ചിരി മെനക്കെട്ടാലും തയ്യൽ സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ഈ തയ്യലാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഈ തയ്യൽ വെച്ച് നമുക്ക് കർച്ചീഫൊക്കെ തയ്ക്കാം. നമ്മൾ ചില കർച്ചീഫിൻ്റെ അറ്റത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതേപോലത്തെ തയ്യലൊക്കെ ഇട്ടിട്ടുള്ളത്. അത് കർച്ചീഫിന് മോഡലായിട്ടിരിക്കാനൊക്കെ ഈ തയ്യൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ തയ്യൽ പതിയെ കാണിച്ചു തന്നാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ സൂചി കുത്തിയെടുക്കുമ്പോഴേ ചെറുതായിട്ട് വേണം കുത്തിയെടുക്കുക. അപ്പോഴേ ഇങ്ങനെ കുഞ്ഞായിട്ട് തയ്യൽ വരുള്ളൂ, ഇല്ലെങ്കിൽ വലിയ ഇതായിട്ട് കിടക്കും. അപ്പോൾ ഇതിന് സ്പീഡിൽ തയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരാം. അപ്പോൾ സാധാരണ പോലെ നമ്മൾ തന്നെ ഇതുപോലെ സൂചി കുത്തി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ നൂലിങ്ങനെ റൗണ്ടായിട്ട് ഇട്ടിട്ട് അതിനകത്തൂടെ സൂചി കുത്തിയെടുക്കണം. അപ്പോൾ അവിടെ ഒരു ലോക്ക് വീഴും. അതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ച് പോകേണ്ടത്. അപ്പോൾ നേരത്തേത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പതിയെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ തയ്യൽ പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഇടാവുന്നതാണ്. അതാണ് പെട്ടെന്ന് ഇടുമ്പോഴും എങ്ങനത്തെ രീതിയിൽ വരുമെന്ന് കൂടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ രീതിയിലുള്ള തയ്യലും കഴിഞ്ഞു. അപ്പോൾ അവസാനം ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ കെട്ടിട്ട് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലപോലെ ബലമായിട്ടിരിക്കും.
ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് നോക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആദ്യം സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതുപോലെ കെട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അത് ഈ തുണിയുടെ മടക്കിനകത്തോട്ട് കയറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സൂചി ഇങ്ങനെ കുത്തി എടുത്തിട്ട് സൂചിയുടെ ഒരു സൈഡിലേക്ക് നൂലിങ്ങനെ വിട്ടു കൊടുക്കുക. വീണ്ടും കുത്തിയെടുക്കുക. എന്നിട്ട് സൂചിയുടെ ഒരു സൈഡിലേക്ക് നൂല് വിട്ടു കൊടുത്തിട്ട് നമ്മൾ തയ്യൽ ഇങ്ങനെ തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ പോലെ ലോക്കാവുന്ന തയ്യൽ തന്നെയാണ്. അപ്പോൾ ഈ 2 തയ്യലുകളാണ് പണ്ടൊക്കെ ബ്ലൗസ് തയ്ക്കാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും ഇപ്പോഴാരും യൂസ് ചെയ്യുന്നില്ല. കാര്യം ഇത് ഇത്രയും സമയം എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കാണിച്ച തയ്യൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിലെ സ്റ്റിച്ച് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോവാതെ ഇരിക്കും. പുറത്ത് കാണുന്ന സ്റ്റിച്ച് സെയിം ആണ്, അകത്ത് നമ്മൾ കാണുന്ന സ്റ്റിച്ചാണ് ഡിഫറൻറ്റ്. അതുപോലെ തന്നെ സ്ട്രെങ്തിന് വ്യത്യാസമുണ്ട്. രണ്ടാമത്തതും മൂന്നാമത്തതും നല്ല സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.